ഹലോ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നു. എന്താണെന്നറിയോ, നമ്മുടെ രേണു സുധിയില്ലേ, രേണു സുധി ഇങ്ങനെ ദുബായ് ഹോട്ടലിൽ ഡാൻസിന് പോയിന്നോ ഉദ്ഘാടനത്തിന് പോയിന്നോ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനെപ്പറ്റി ഞാനൊരു രണ്ട് വർത്തമാനം പറയാമെന്ന് പറഞ്ഞിട്ടാണ്. ബിഗ് ബോസിൽ അവൾ പോയി എന്ന് പറഞ്ഞാൽ അവൾക്ക് ആ ബിഗ് ബോസ് എന്താണെന്ന് അറിയാൻ വേണ്ടി പോയതാണ്. അവിടെ പോയപ്പോൾ എന്ന് പറഞ്ഞാൽ ആണുങ്ങളുണ്ട്, പക്ഷെ എന്നാലും 4 ചുറ്റും ക്യാമറയാണ്. അത്ര 100 ചില്ലാനോ അങ്ങനെ എത്രയോ 100 ചില്ലാനോ 300 എങ്ങനെയും പറഞ്ഞു, എത്രയോ ക്യാമറയുണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ. അത്രയും ക്യാമറയുടെ ഉള്ളിലാണ് അവൾ പോയത്. പിന്നെ വെളിയിൽ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആലത്തൂരത്തെ ചെക്കൻ, കോഴിക്കോട്ടത്തെ ആൾക്കാർ, അങ്ങനെ കുറേ ആൾക്കാരിൻ്റെ ഇടയിൽ കിടന്നവളിങ്ങനെ കുത്തുമറിയാണ്. എന്ന് വെച്ചാൽ ചോറ് അങ്ങോട്ട് വാരി കൊടുക്കുക, ചോറ് ഇങ്ങോട്ട് വാരി കൊടുക്കുക, ഉമ്മ വയ്ക്കുക, അവൻ്റെ വീട്ടിൽ പോവുക, അവൻ്റെ വീട്ടിൽ പോവുക, അങ്ങനെ ആണുങ്ങളായിട്ടുള്ള കെട്ടുമറിയലാണ്. ഇപ്പോൾ ദുബായിക്ക് പോയതും കണ്ടില്ലേ അവൾ, അവിടുത്തെ അറബിയുടെ കൂടെയൊക്കെ ഫോട്ടോ എടുത്തത്. ഏതോ ഒരു കാട്ടറബിയുടെ കൂടെയാണ് അവൾ ഫോട്ടോ എടുത്തിരിക്കുന്നത്, മനസ്സിലായി. പോയത് അവളുടെ ഡാൻസ് കണ്ട, നിങ്ങൾ കണ്ട ഡാൻസ് കണ്ട, നമ്മുടെ പണ്ടത്തെ സിൽക്ക് ചേച്ചി തോറ്റുപോകും, അത്ര നല്ല ഡാൻസാണ് കളിച്ചത്, കണ്ട. ഇനിയിപ്പോൾ അവൾ അവിടെ ഡാൻസറായിട്ട് നിൽക്കുകയാണെങ്കിലും ഹോട്ടലും അങ്ങ് പുരോഗമിക്കും. അപ്പോൾ അവൾക്ക് ആൾക്കാരുടെ ഇടയിലൊക്കെ നിന്നിട്ട് വിലസാലോ. അതാണ് അവളെന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസിൽ പോയിട്ട് അവൾ നിൽക്കില്ല. എങ്ങനെയൊക്കെ അവൾ പിടിച്ച് ഒരു മാസം നിന്നതാണ്. അവൾക്ക് ഈ ആണുങ്ങളുടെ ഇടയിൽ കിടന്ന് കുത്തുമറിഞ്ഞൊരു പെണ്ണിന് ഒരിക്കലും അങ്ങനെയുള്ളൊരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് അവൾക്ക് നിൽക്കാൻ പറ്റില്ല, 100%. പിന്നെ അവളുടെ അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കഴുത മനുഷ്യനെ, ഈ അമ്മനെ ഞാൻ കണ്ടിട്ടേ ഇല്ല, അയാളിനെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ചുമര് മാന്തുന്നതും ബിൽഡിങ് മാന്തുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ, മനസ്സിലായില്ലേ. അപ്പോൾ അവളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഈ ആണുങ്ങളുടെ കൂടെ കുത്തുമറിഞ്ഞ് അത് കുത്തുമറിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടുമറിഞ്ഞ് ഇങ്ങനെ ഈ അവരായിട്ട് ഇങ്ങനെ നടന്ന് അവൾക്കതൊരു ശീലമായി. ഇനിയൊന്നും അത് മാറ്റിയേ മാറില്ല. പിന്നെ സുധിനെ എത്ര പെട്ടെന്ന് ദൈവം അറിഞ്ഞു കൊണ്ടുപോയതാ തോന്നുന്നുണ്ട്, മനസ്സിലായില്ലേ. ഈ പെണ്ണിൻ്റെ കാട്ടിലൊക്കെ ഒരു പക്ഷേ അവൻ ജീവിച്ചിരിക്കുകയാണെങ്കിലും ഇവളിതുപോലെയൊക്കെയാണ് കാട്ടണമെന്ന് പറഞ്ഞ് അവൻ കണ്ടു നിൽക്കും തോന്നുന്നുണ്ട്, കൊന്നു കളയത്തില്ലേ. അപ്പോൾ ദൈവം തന്നെ, ദൈവത്തിന് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് സുധിനെ നേരത്തെ ദൈവം കൊണ്ടുപോയത്, മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ നിർത്തണം, കമൻറ്റ് ചെയ്യണം ഒക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊക്കെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം. മറ്റന്നാൾ ഞാൻ പോവും, ഞായറാഴ്ച ഈ കണ്ണ് ഓപ്പറേഷത്തിന് പോവുകയാണ്. തിങ്കളാഴ്ച മിക്കവാറും ഓപ്പറേഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു മാസം ലീവാണ്, വാടകയ്ക്കാണ് ഇരിക്കുന്നത്. ഈ ഒരു മാസം ലീവ് ഇരുന്നിട്ട് എങ്ങനെ വാടക കൊടുക്കുന്ന അറിയില്ല. നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ശരി, എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ്.